അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ സമുദായത്തിനെയല്ല. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുള്ളത്. ആ വിവാദം ഉണ്ടാക്കിയ ഞങ്ങളല്ല. ശ്രീ ബിനോയ് വിശ്വമാണ് പറഞ്ഞത്, വെള്ളാപ്പള്ളിയെ കണ്ടാൽ ഞങ്ങൾ കൈകൂപ്പും, കൈ കൊടുക്കും, ടാറ്റ പറയും, കാറിൽ കയറ്റില്ല. അതാണല്ലോ വിവാദം ഉണ്ടായത്. ഏതായാലും ബിനോയ് വിശ്വം ഒരു വിരോധിയാന്ന് പറയില്ലല്ലോ. ബിനോയ് വിശ്വം ആയതുകൊണ്ട് വി ഡി സതീശനോ മറ്റോ പറയുമ്പോഴല്ലേ ജാതിയുടെ വേർതിരിവ് വരുള്ളൂ. ഇപ്പോൾ ബിനോയ് വിശ്വമാണ് ആദ്യം വിമർശിച്ചത്. ഞങ്ങൾ ശ്രീ വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിൻ്റെ കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി അധിക്ഷേപിച്ചു, മുസ്ലിം സമുദായത്തിനെക്കുറിച്ച് അധിക്ഷേപം പറഞ്ഞു. അത് അദ്ദേഹത്തിനെ പോലെ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കും. ഇവിടെ NSSന്റെയും ഒരു ഐക്യം വരാൻ പോവുകയാണ്. ആ രീതിക്ക് ഒരു അല്ല, സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ദോഷവും ഉണ്ടാവില്ല. കാരണം സമുദായ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. നേരെ മറിച്ച് അവരുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചാൽ അവരത് സഹിക്കില്ല എന്ന് വിചാരിച്ച്, ഇപ്പോൾ പണ്ട് പിണറായി വിജയൻ ബിഷപ്പിനെ നിർകൃഷ്ടജീവി എന്ന് വിളിച്ചപ്പോൾ ശക്തമായിട്ട് ആ സമുദായങ്ങൾ പ്രതികരിച്ചു. നേരെ മറിച്ച് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ഏത് സമുദായ നേതാവ് പറഞ്ഞാലും അത് അണികൾ കേൾക്കില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. ഇപ്പോൾ ഏതായാലും ശ്രീ വെള്ളാപ്പള്ളി തന്നെ ഇലക്ഷന് ശേഷം നമുക്ക് കാര്യങ്ങൾ കാണാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. മറ്റേത് മൂന്നാമതും പിണറായി വരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ മൂന്നാമതും പിണറായി വരുമെന്ന് പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി ഇപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ പിന്നെ നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ വരില്ല എന്നൊരു ധാരണ അദ്ദേഹത്തിലും കടന്നുകൂടിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിലടക്കം ഇപ്പോഴും NSSന് പിന്തുണ കോൺഗ്രസിനോ UDFിനോ ഇല്ല. ഇപ്പോഴും ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട്. പാർട്ടി നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ സമുദായ നേതാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങൾ നോക്കാറില്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് അന്ന് ഇന്നൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ NSSും SNDPയും ഒരുമിക്കുന്നത് അത് UDFിന് തിരിച്ചിടാവുന്ന രീതിയിൽ കാര്യങ്ങൾ വരില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഭയമില്ല. സമുദായ നേതാക്കന്മാർ ഞങ്ങളൊരു സമുദായത്തിനെതിരല്ല. എന്നാൽ സമുദായ ഐക്യത്തിന് കോട്ടമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാൽ ഞങ്ങൾ അതിനെതിർക്കും.